പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ചതിനെ ഓർത്ത് തിരുക്കന്മാരനും മാതാവിനും ആദ്യമായി നന്ദി പറയുന്നു. എൻ്റെ പേര് സെബാസ്റ്റ്യൻ, കട്ടപ്പന ചെമ്പോപ്പാറ ഇടവകയെന്ന് വരുന്നു. ഞാൻ 2019 മെയ് മാസം 13 ഉടമ്പടി എടുത്തത്. എൻ്റെ പേരിൽ 5 പോലീസ് സ്റ്റേഷനിലും 1 കോടതിയിലും കേസുണ്ടായിരുന്നു. ഏതുവിധേനയും കള്ള കേസെടുത്ത് ജയിലിൽ ഇടുക എന്നുള്ളതായിരുന്നു അവരുടെ തീരുമാനം. പോലീസ് ഫോണിലെന്തോ ഫേസ്ബുക്കിലെന്തോ നല്ലതല്ലാത്ത കൊടുത്തു എന്നും പറഞ്ഞാണ് ഒരു കേസ്. അന്വേഷണങ്ങളെല്ലാം ഒത്തിരി സംസ്ഥാന തലത്തിലെല്ലാം നടത്തി, ഒന്നും കിട്ടിയില്ല. അവസാനം DYSP ഓഫീസിൽ നിന്ന് പോലീസുകാർ പറഞ്ഞു തല്ലിയിട്ടേ കാര്യമുള്ളൂ, എന്നാലേ ഇത് തെളിയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പോലീസ് ആൾക്കാരെ കൊണ്ട് തല്ലിച്ചു, എന്നിട്ടും ഒന്നും കിട്ടിയില്ല. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോഴത്തേന് സ്റ്റേഷനിലെയും കോടതിയിലെയും കേസുകൾ എല്ലാം തീർത്തു, അവരെല്ലാം പിന്മാറി. അങ്ങനെ കേസിൻ്റെ പുറകെ പോയി കഴിഞ്ഞപ്പോൾ 1 വർഷം വീട്ടിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കാതെ വന്നു. അങ്ങനെ കുറേ കേസിന് പോയ വകുപ്പിൽ കുറേ കടങ്ങളെല്ലാം വന്നു, അത് ജപ്തിയായി. ജപ്തി നോട്ടീസ് ഇവിടെ കൊണ്ടുവന്ന് അച്ഛന് പറഞ്ഞ് ഒരു കാശുരൂപം തന്നു. അതുകൊണ്ട് വെച്ച് സ്ഥലം വിറ്റ്, അപ്പോൾ പിള്ളേർ പറഞ്ഞു ഒരു പെര പണിയണം. ആ സ്ഥലം വിറ്റ് ഭവനം പണിയുന്നതായിട്ട് ഇവിടെ എഴുതി വെച്ചു. ഒരു രാത്രിയിൽ ഒരു താഴും താക്കോലും ഇങ്ങനെ കതകിന് കണ്ടു. ഒരു ജൂലൈ 3 ഒരാൾ വന്ന് കച്ചവടം ചെയ്തു. അപ്പം ഉടൻ തന്നെ ഭവനം പണി ആരംഭിച്ചു. 70 ലക്ഷം രൂപയുടെ 2 നില ഭവനം പണിതു. അതുകൂടാതെ ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പ് ഒരു പാറയിൽ ഇട്ട് 2 ലോഡോളം കല്ല് പൊട്ടിച്ച് മാറ്റി. അവിടെ വലിയൊരു കുളം ഉണ്ടായി. ഒരു 20-25 അടിയോളം വെള്ളം അതിനകത്തുണ്ട്. പിന്നെ നേർച്ച വസ്തുവായ ഓയിൽ ഉപയോഗിച്ച് എനിക്ക് കിടക്കത്തില്ലായിരുന്നു, പുറത്ത് വെരിക്കോസിൻ്റെ രോഗം ഉണ്ടായിരുന്നു, അത് മാറി. അതുപോലെ കഴിഞ്ഞ 26 ഇവിടെ കൃപാസനം നാർത്തങ്കലേക്ക് ജപമാല റാലി ഉണ്ടായിരുന്നു. ആ തലേ രാത്രിയിൽ ഇവിടുത്തെ കൃപാസനത്തിലെ ജോസഫ് അച്ഛൻ എൻ്റെ സിറ്റിയിൽ വന്ന് നിൽക്കുന്നതായിട്ടും, അവിടുന്ന് ഞങ്ങൾ പിറ്റേ ദിവസം ഒരു വണ്ടിക്ക് ആൾക്കാരാണ് അവിടുന്ന് പോരുന്നത്. അപ്പം ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് മാതാവ് വന്നതായിട്ടാണ് തോന്നുന്നത്. അങ്ങനെ തലേ രാത്രിയിൽ അങ്ങനെ കാണാനും ഇടയായി. ഒരിക്കലും നടക്കുകയില്ലെന്ന് കരുതിയ പല സംഭവങ്ങളുമാണ് നടന്നത്. മാതാവ് ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഞാൻ അവിടെ ഒരു കുരിശുമല 33 പ്രാവശ്യത്തോളം കയറി. അവിടെ പോകുമ്പോഴാണ് കൂടുതലും പത്രങ്ങൾ അവിടെ കൊടുത്തു. പിന്നെ അനാഥാലയങ്ങളിൽ പൈസ കൊടുത്തു. പിന്നെ രോഗികളെ അനാഥാലയങ്ങളിലും ആശുപത്രികളിലൊക്കെ പോയി സന്ദർശിച്ചു. അതുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും കുർബാനയിൽ പോയി പങ്കെടുക്കാൻ ഈ ഉടമ്പടി വഴി സാധിച്ചു. കുടുംബം ഒന്നടങ്കം പഴയതിലും നല്ല രീതിയിൽ ഇപ്പം പ്രാർത്ഥനയിൽ, ജപമാല പ്രാർത്ഥനയിൽ, സന്ധ്യാപ്രാർത്ഥനയിലൊക്കെ പങ്കെടുക്കാൻ ഈ ഉടമ്പടി വഴി സാധിച്ചു. ഈ അനുഗ്രഹങ്ങളെല്ലാം ചെയ്തു തന്ന തിരുക്കന്മാരനും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. 45 സങ്കീർത്തനം 17 തിരുവചനം പറയുന്നു, തലമുറകൾ തോറും നിന്റെ നാമം കീർത്തിക്കപ്പെടാൻ ഞാനിടയാക്കും, ജനതകൾ നിന്നെ എന്നേക്കും പ്രകീർത്തിക്കും. സെബാസ്റ്റ്യൻ്റെ വളരെ ഹൃദയഭേദകമായ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. സെബാസ്റ്റ്യനെ എല്ലാവരും ഒരു കുറ്റവാളിയെന്ന് മുദ്രകുത്തിയപ്പോഴും ഒരുപാട് കോടതികളും കേസുകളുമായി ജീവിതത്തെ മുന്നോട്ട് നീക്കുന്നതിനിടയിലാണ് കൃപാസനത്തിലേക്ക് പരിശുദ്ധ അമ്മ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഈശോയുടെ അഭിഷേകത്താൽ അദ്ദേഹത്തെ ഒരു പുതിയ വ്യക്തിയാക്കി ഇവിടെ മാറ്റി നിർത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് പ്രത്യേക വരം ലഭിച്ചതുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്നായിരിക്കുന്നത്. പരിശുദ്ധ അമ്മ തന്നെ ഇടപെട്ട് എല്ലാ കേസുകളും കോടതി കാര്യങ്ങളും അവസാനിപ്പിച്ച് തൻ്റെ വീടിനുണ്ടായിരുന്ന ജപ്തി മാറി വസ്തു വിൽക്കാനും വാങ്ങാനുമൊക്കെയുള്ള എല്ലാ കാര്യങ്ങളിലും ഉടമ്പടി അദ്ദേഹത്തെ സഹായിച്ചുവെന്നാണ് ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. ജപമാല റാലിയിൽ അദ്ദേഹം പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ജീവിത വ്യതിയാനങ്ങളുണ്ടായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. അദ്ദേഹത്തിന് സ്വപ്ന ദർശനങ്ങളും സ്നേഹത്തിൻ്റെതായ എല്ലാ അനുഭവങ്ങളും പരിശുദ്ധ അമ്മ അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. ഇപ്പോഴും ദിവ്യബലിയിൽ പങ്കെടുക്കാനും തൻ്റെ ആത്മീയ വളർച്ചയിൽ എപ്പോഴും മുന്നേറുവാനായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അദ്ദേഹത്തെ സഹായിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നമുക്ക് വലിയൊരു കയ്യടി നൽകി സെബാസ്റ്റ്യൻ്റെ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.